ഏത് പ്രായം വരെ പെൺകുട്ടികൾ ഹൈറ്റ് വെക്കും, ഏത് പ്രായം വരെ ആൺകുട്ടികൾ ഹൈറ്റ് വെക്കും? മെൻസസ് കഴിഞ്ഞിട്ട് ഒരു 2 to 3 years വരെയാണ് പെൺകുട്ടികൾക്ക് ഹൈറ്റ് വയ്ക്കുക. അത് കഴിഞ്ഞാൽ ഈസ്ട്രജൻ ലെവൽ കൂടി കഴിഞ്ഞാൽ ബോൺ ഫ്യൂസ് ആവും. ആൺകുട്ടികൾക്ക് ഒരു 2 to 3 years എക്സ്ട്രാ കിട്ടും. അതാണ് യൂഷ്വലി ഉണ്ടാവും. ഒരു 14 ഇപ്പൊ യൂഷ്വലി ഏർലി പ്യൂബർട്ടി ആണെങ്കിൽ ഏർലി ക്ലോഷർ ഓഫ് യുവർ ഇതാണ് എപ്പിഫൈസ് ബോൺ ഫ്യൂഷൻ ഉണ്ടാവുന്നത്. അതാണ് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു 9-10 വരുന്നുണ്ട്. ഒരു 12 ഒക്കെ ആകുമ്പോഴേക്കും അവരെല്ലാം ഏകദേശം കഴിയും. ആൺകുട്ടികൾക്ക് ഒരു 2 to 3 years എക്സ്ട്രാ കിട്ടും. ബോഡികൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഡോക്ടർ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ റീസെൻ്റ്ലി ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഡെഫിനറ്റ്ലി ഒരു പ്രായം വരെ ആൺപിള്ളേരും പെൺപിള്ളേരും നമ്മൾ ശരീരത്തിന് വ്യത്യാസമുണ്ട്. പെൺപിള്ളേർക്ക് പെട്ടെന്ന് അവർ ആൺപിള്ളേരെക്കാളും ഹോർമോണൽ ചേഞ്ചസ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ അവർ വലുതാവുന്നു, അവരുടെ ശരീരം വലുതാവുന്നു എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഒരു 8, 9, 10 പഠിക്കുന്ന കുട്ടികളെ എടുത്തിട്ടുണ്ടെങ്കിലും 6th തൊട്ട് നമുക്ക് പറയാം ആൺപിള്ളേരെക്കാളും വളരെ വലുതാണ് പിള്ളേർ. ഇപ്പം ആൺകുട്ടികളാണെങ്കിലും കുറേ കൂടി അവർ വലിയ കുട്ടികളായിട്ടുള്ളൊരു തോന്നൽ ഒരു തലമുറ മാറുമ്പോൾ അങ്ങനെ ഒരു ഇത് ഡോക്ടറെ അടുത്ത് വരുന്ന പേഷ്യൻസിലാണെങ്കിലും എല്ലാം അങ്ങനെ ഒരു ചേഞ്ച് തോന്നാറുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ പിള്ളേർ ടോളറാണ്, ബിഗറാണ്, ലാർജറാണ്. അത് ഒരു എൻവയൺമെന്റൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ. കാരണം ഇഫ് യു ലുക്ക് അറ്റ് ആൻസസ്റ്റേഴ്സിന്റെ ഹൈറ്റും സൈസും വെയിറ്റ് ഒക്കെ കുറവായിരുന്നു. നമ്മളിപ്പോൾ ഇഫ് യു മൂവ് ടു ദിസ് കറന്റ് ജനറേഷൻ, കറന്റ് സെഞ്ചുറി, ആൾക്കാർ കുറച്ചുകൂടെ നല്ല പൊക്കമുണ്ട്. ഇപ്പൊ ഒരു 6 അടി പൊക്കം ഇസ് വെരി കോമൺ ഇപ്പോഴത്തെ കാലത്ത്. പക്ഷേ ഇഫ് യു ലുക്ക് അറ്റ് നമ്മുടെ ഗ്രാൻഡ് പാരൻസ് സമയത്ത് 6 അടി പൊക്കം വരെ ഭയങ്കര പൊക്കം. സോ അത് കുറേ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. ജനറ്റിക്സ് എപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, സ്പെഷ്യലി മീറ്റ് ആൻഡ് എസ്പെഷ്യലി എനി സോർട്ട് ഓഫ് ഫുഡ്, മീറ്റ് ഇസ് പ്രോബ്ലി നമ്പർ 1. പക്ഷേ വെജിറ്റബിൾസ് ആസ് വെൽ, എന്തൊക്കെയാണ് അതിൽ ഇഞ്ചെക്ട് ചെയ്ത് അതിൻ്റെ പ്രിസർവേറ്റീവ്സോ അതിന് പെട്ടെന്ന് റൈപ്പാക്കാനായിട്ട് എന്തെങ്കിലും ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്ന കേൾക്കാറുണ്ട് എല്ലാവരും ഹോർമോൺസ് ഒക്കെ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട് ചിക്കനും കാറ്റലിലൊക്കെ പെട്ടെന്ന് ഒന്ന് വലിപ്പം വെക്കാനും, സോ ദാറ്റ് ദേ ഏജ് ഫാസ്റ്റർ. അപ്പം ഇങ്ങനത്തെ കുറേ ഒരു ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ ഡയറ്റ് ഇസ് ചേഞ്ച്ഡ്, അത് കൂടാതെ ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്, ഫുഡ് ഇസ് ബിക്കമിങ് അഡൾട്രേറ്റഡ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ്സ് പ്ലേയിങ് വിത്ത് ആ ജെനറ്റിക്സ് ആൻഡ് ഒബ്വിയസ്ലി ആ ചേഞ്ചസ് വരുന്നുണ്ട്. അതിന് പേര് എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, സാധനങ്ങളുണ്ട് ഇതുപോലത്തെ. പ്ലാസ്റ്റിക്സ്, നമ്മുടെ മറ്റേ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊരു ലിസ്റ്റ് ഉണ്ട്. ഇതിനെല്ലാം കൂടി വിളിക്കണം എൻഡോക്രൈൻ ഡിസ്റപ്റ്റേഴ്സ്. ഈ പ്ലാസ്റ്റിക് ഭയങ്കര അണ്ടർറേറ്റഡ് സംഭവം. ഈ അടുത്തായിട്ട് ദേ കണ്ടക്ടഡ് എ സ്റ്റഡി വെർ ഐ തിങ്ക് റാറ്റിന്റെ ടെസ്റ്റിക്കിൾസിൽ ദേ ഫൗണ്ട് മൈക്രോ പ്ലാസ്റ്റിക്സ്. അതായത് നമ്മുടെ സെൽസിനകത്ത് വരെ കയറുന്നുണ്ട്. ജനറ്റിക് ആയിട്ട് നമ്മൾ ശരിക്കും ഫുള്ളായിട്ട് കയറി പോയിട്ടുണ്ട് അത്ര. നമ്മുടെയൊക്കെ നമുക്ക് നെക്സ്റ്റ് ജനറേഷനെ നോക്കാം. നമ്മുടെ കഴിഞ്ഞ ഭയങ്കര ചിന്തയാണ്.